നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയുടെ പിടിപ്പുകേട് ഒരു വിഷയമാക്കി ഒരുപാട് പാരലൽ ജസ്റ്റിസ് സിനിമകൾ വന്നിട്ടുണ്ട്. നവാഗതനായ ഹനീഫ് അദേനി ഒരുക്കിയ ദി ഗ്രേറ്റ് ഫാദർ ആ ശ്രേണിയിൽ വരുന്ന ഒരു എൻ്റർടൈനർ സിനിമയാണ്. ഇന്നത്തെ സമൂഹത്തിൽ പറയപ്പെടേണ്ട ചില കാര്യങ്ങൾ സിനിമയ്ക്കുള്ളിൽ വരുന്നുണ്ടെങ്കിലും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന നിലയിൽ ദി ഗ്രേറ്റ് ഫാദർ നമ്മളെ അത്രയ്ക്ക് ആവേശം കൊള്ളിക്കുന്നില്ല. ഡേവിഡ് നൈനാൻ ഒരു ബിൽഡറാണ്. ഡേവിഡിൻ്റെ ഭാര്യ മിഷേൽ ഒരു ഡോക്ടറാണ്. അവരുടെ ഏക മകളാണ് സാറ. അച്ഛൻ തന്നെ അവളോട് പറഞ്ഞ അച്ഛനെക്കുറിച്ചുള്ള വീരകഥകൾ കൂട്ടുകാരുടെ മുന്നിൽ പറഞ്ഞ് ഞെളിയുന്ന ഒരാളാണ് സാറ. സുഗമമായി മുന്നോട്ട് നീങ്ങുന്ന അവരുടെ കുടുംബജീവിതത്തിൽ ഒരു സൈക്കോ കില്ലർ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളും അയാളെ തേടിയുള്ള ഡേവിഡിൻ്റെ അന്വേഷണവുമാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത്. ഒരർത്ഥത്തിൽ കർമ്മയോദ്ധയും മെമ്മറീസും ചേർത്ത് വെച്ച പോലത്തെ ഒരു സിനിമയാണ് ദി ഗ്രേറ്റ് ഫാദർ. കോപ്പിയാണെന്നല്ല പറഞ്ഞത്. കഥയുടെ ഒരു ഘടന നോക്കുമ്പോൾ ആ ഒരു ഫീലുണ്ട്. ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലേക്ക് കഥ പറച്ചിൽ കൊണ്ടുപോകാൻ ഹനീഫ് അദേനി ഇതിലേക്കൊരു പാരലൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത കൂടാതെ സിനിമയിൽ കുറച്ചൊക്കെ ആവേശമുണർത്തുന്നത് ഈ നൈനാൻ വേഴ്സസ് പോലീസ് ഭാഗങ്ങളാണ്. ഇടയ്ക്കിടെയുള്ള ഡേവിഡിൻ്റെ ഹീറോയിസം കാണിക്കുന്ന രംഗങ്ങളും ഒരു പരിധിവരെ ഗ്രേറ്റ് ഫാദറിനെ ഒരു എൻ്റർടൈനിങ് സിനിമയാക്കുന്നുണ്ട്. ലുക്ക് കൊണ്ട് മമ്മൂട്ടി ഡേവിഡ് നൈനാൻ എന്ന കഥാപാത്രമായി നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോൾ മമ്മൂട്ടി എന്ന നടനെ കട്ടിത്താടിയുള്ള ലുക്കിന് മുകളിലോട്ട് ഉപയോഗപ്പെടുത്താൻ ഹനീഫ് അദേനിക്ക് സാധിക്കുന്നുണ്ട്. ലിഫ്റ്റിൽ വെച്ച് കരയുന്ന സീനും ഡോക്ടറോട് സ്വന്തം സങ്കടങ്ങൾ പറയുന്ന സീനും സബ്റ്റിലായ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയെ ഉപയോഗപ്പെടുത്തിയ രംഗങ്ങളാണ്. മിഷേലായി സ്നേഹയ്ക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. ഒരു പോലീസ് ഓഫീസറായി കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ലുക്കിലല്ല സിനിമയിൽ ആര്യ. ആര്യയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. ആ ക്രെഡിറ്റിൻ്റെ ഒരു പങ്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനും അവകാശപ്പെടുന്നു. സ്ഥിരമായി കുട്ടികൾക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെക്കാൾ സ്വല്പം കൂടി കോംപ്ലിക്കേറ്റഡായ റോളായിരുന്നു അനിഖയുടെ സാറ. കഥാപാത്രത്തെ അനിഖ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഒരുപാട് ലെയറുകളുള്ള ഒരു കഥ ഉണ്ടാക്കുന്നതിന് പകരം സിനിമയുടെ ഔട്ട്ലുക്ക് സ്റ്റൈലിഷ് ആക്കുന്നതിനാണ് ഹനീഫ് അദേനി കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ലുക്കും ഇടയ്ക്കിടെയുള്ള ചില്ലറ പഞ്ച് ഡയലോഗുകളും ഹീറോയിസവും സ്റ്റൈൽ ഫാക്ടർ നിലനിർത്തുന്നുണ്ടെങ്കിലും എഴുത്ത് കുറച്ചുകൂടെ നന്നാകേണ്ടിയിരിക്കുന്നു. സ്റ്റൈൽ ഫാക്ടർ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ബിഗ് ബിയുടെ അത്രയൊന്നും പ്രതീക്ഷിക്കരുത്. ഹീറോയും വില്ലനും തമ്മിലുള്ള ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേക്ക് വേണ്ടത്ര ആവേശം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. അവസാനം വില്ലൻ ആരാണെന്ന് മനസ്സിലാകുമ്പോൾ ചില പൊരുത്തക്കേടുകൾ നമുക്ക് ഫീൽ ചെയ്യും. റോബി വർഗീസിൻ്റെ ഛായാഗ്രഹണം ശരാശരി നിലവാരം പുലർത്തി. പാട്ടുകൾ അത്ര മികച്ചതായിരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ഷേ പടത്തിൻ്റെ ഫീലിന് ചേർന്നതായിരുന്നു. നൈനാൻ്റെ ഹീറോയിസം കാണിക്കാൻ എഡിറ്റിങ്ങിൽ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ശൈലിയുണ്ട്. പക്ഷേ അതിനൊരു ആവർത്തന വിരസത ഉണ്ടായിരുന്നു. ദ ഗ്രേറ്റ് ഫാദർ ഒരു ശരാശരി സിനിമയാണ്. സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ പ്രസക്തിയും കമേഴ്ഷ്യൽ സിനിമയുടെ ഘടകങ്ങളും പടത്തിലുണ്ടെങ്കിലും അത് രണ്ടിൻ്റെയും ഒരു ബാലൻസ് കണ്ടെത്താൻ ഗ്രേറ്റ് ഫാദറിന് സാധിച്ചിട്ടില്ല.